വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. ER രാഗേഷ് തുടരുന്നുണ്ട്. ER, നമുക്കറിയാം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ഈ നീക്കവുമായി, രാജ്യവ്യാപക നീക്കവുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്നതല്ലേ ശ്രദ്ധേയം? അതെ ആര്യ, ബീഹാറിലാണ് ഇപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കി വരുന്നത്. അതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ഇത്തരമൊരു നടപടിയൊക്കെ തന്നെ ആരംഭിച്ചത്. പ്രത്യേകിച്ച് 2003 വോട്ടർ പട്ടികയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 11 രേഖകളാണ് ഇതിന് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം അത് ആധാർ കൂടി രേഖയായി 12ാമത്തെ രേഖയായി പരിഗണിക്കാമെന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും ഇന്ന് ഒരു നിർണായക യോഗം ഡൽഹിയിൽ ചേരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു സാധാരണ നിലയിലുള്ള യോഗം എന്നാണ് കമ്മീഷൻ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ പോലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് രാജ്യവ്യാപകമായി നടപ്പാക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. കാരണം കമ്മീഷൻ തന്നെ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജ്യവ്യാപകമായി ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യം പ്രധാനമായി ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഏതൊക്കെ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കേണ്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ യോഗം വിശദമായി ചർച്ച ചെയ്യും. ഇതുകൂടാതെ ഡോക്യുമെന്റേഷൻ അടക്കമുള്ള നടപടികൾ സ്വാഭാവികമായും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ നിലവിലെ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കും. കൂടാതെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സേവനം അല്ലെങ്കിൽ ലഭ്യത, അവർക്ക് പരിശീലനം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളും നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്താണ് നിലവിലെ സാഹചര്യം തുടങ്ങിയ ഒരു വിശദമായ റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഇന്നത്തെ യോഗത്തിന് മുമ്പാകെ അറിയിക്കുക. കൂടാതെ നിലവിൽ 11 ഡോക്യുമെന്റുകളാണ്, രേഖകളാണ് സമർപ്പിക്കാൻ വിവിധ വോട്ടർമാർക്ക് രേഖയായി സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന് പുറമെ എന്തെങ്കിലും രേഖകൾ ചോദിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയും. ഏതായാലും കമ്മീഷൻ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2026 വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം, പശ്ചിമ ബംഗാൾ, ഒപ്പം തന്നെ അസം, തമിഴ്നാട് തുടങ്ങിയ 4 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് അടുത്ത വർഷം പകുതിയോടുകൂടി അല്ലെങ്കിൽ മെയ് മാസത്തോടുകൂടി നടക്കുകയാണ്. അതിന് മുമ്പായ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും ഇന്ന് അത്തരമൊരു പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടാകില്ല. എങ്കിൽ പോലും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ്. പ്രത്യേകിച്ച് ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയതിനു ശേഷം ഇത് 3ാം തവണയാണ് ഈ യോഗം ചേരുന്നത്. ആര്യ, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.